ഉണ്ടായിരുന്നു കൈകൊക്കാം ഇല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്തേ. യോഗയില് നമസ്തേ ഒരു വേർഡുണ്ട്. അതിന്റെ ആൻസർ പറയാൻ പറ്റും. നമസ്തേ, അതിന്റെ ആൻസർ യോഗയില് നമസ്തേ ഒരു വേർഡുണ്ട്. അതെ, യോഗാ ദിനം, ഇന്റർനാഷണൽ യോഗാ ദിനം, 12ാമത് ഇന്റർനാഷണൽ യോഗാ ദിനമാണ്. അതിലൊരു ക്വിസ് കോമ്പറ്റീഷൻ സാർ നടത്തുന്നുണ്ടാവും. അതിൽ ക്യാഷ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്കൊരു ക്വിസിൽ ചോദ്യം ചോദിച്ചത് യോഗയെ പറ്റി തുടങ്ങാം അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫ് പാർട്ട്ണർ ആരായിരിക്കും? ആരാണ് അറിയുന്നവർ മാത്രം കൈപൊക്കാം. ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? ടീച്ചർക്കും ആവാം, സാറിനോട് ചോദിക്കാൻ പറ്റില്ല. ആരെങ്കിലും കൈവക്കും. നിങ്ങൾ ആരെങ്കിലും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞോളൂ. അറിയോ? പറഞ്ഞോളൂ. ശരീരം. യെസ്. ഓക്കെ, അപ്പോൾ യുവർ ലൈഫ് പാർട്ട്ണർ ഈസ് യുവർ ബോഡി. സാർ പറഞ്ഞ മാതിരി നിങ്ങളുടെ ബോഡി ഉണ്ടെങ്കിൽ നിങ്ങളേ ഉള്ളൂ, ഞാനുള്ള പേഴ്സൺ. എന്താണ് പേര്? ലെനിന്റെ ബോഡി ഉണ്ടെങ്കിൽ ലെനിനുള്ളൂ, ബോഡി ഉണ്ടെങ്കിൽ ലെനിനില്ല. മുരളീധരനാണെങ്കിൽ എന്റെ ബോഡി വേണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മുരളീധരന്റെ ബോഡി ആരും പറയാറില്ല, വെറും ബോഡിയാണ്. മനസ്സിലായി? ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണെങ്കിലും ചിന്തിക്കേണ്ടതാണ്. യുവർ ലൈഫ് പാർട്ട്ണർ, ദാറ്റ് മീൻസ് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കുട്ടികളും ആരുമല്ല, നിങ്ങളുടെ ശരീരം നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ ഉണ്ടാവും. അപ്പൊ ശരീരം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, എന്റെ കടമയല്ല. അറിയുന്നമാര് ഇത് ഗുരുവും ഫ്രണ്ടും എല്ലാവരും തോന്നി പറയുന്നമാര് ഒരു നല്ല ഇനീഷ്യേറ്റീവ് ആണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. നിങ്ങളുടെ ഹോം സ്കൂളിലൂടെ ഉള്ളതും എന്റെ ഇവിടെ യോഗ ഡേക്ക് സ്റ്റഡി ചെയ്തും ആദ്യമായിട്ട് സാറിനും ടീച്ചർക്കും എല്ലാവർക്കും ഞാൻ നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. യോഗ, എക്സസൈസും യോഗയും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? യെസ്. ആരാ 10th കുട്ടികളല്ലേ? നിങ്ങളാണോ 10th? ആരാ 10th? യോഗയും എക്സസൈസും വല്ല വ്യത്യാസം അറിയോ?